ആരാണ് വിഷ്ണുപ്രിയ എന്ന നടി? തമിഴകത്ത് സുപരിചിതയായ വിഷ്ണുപ്രിയ ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുകയാണ്. വിഷ്ണുപ്രിയയുടെ പിതാവ് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. കൊലപാതകങ്ങളുടെ ഇരുണ്ട കഥയാണ് വിഷ്ണുപ്രിയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. ആ കഥ എന്താണെന്നറിയാം. സൂര്യയും ജ്യോതികയും പ്രധാന വേഷത്തിലെത്തിയ മായാവി എന്ന ചിത്രം 2005 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഹിറ്റായി മാറിയ ഒരു ഗാനവും പെർഫോമൻസും ഉണ്ടായിരുന്നു. ശാരീരിക വൈകല്യമുള്ള കഥാപാത്രമായി എത്തി അന്ന് പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന ഒരു യുവനടി. പേര് വിഷ്ണുപ്രിയ. ഒരൊറ്റ പെർഫോമൻസിലൂടെ വിഷ്ണുപ്രിയ തമിഴ്നാട്ടിൽ മുഴുവൻ ശ്രദ്ധ നേടി. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ വിഷ്ണുപ്രിയയുടെ കരിയർ വെള്ളിത്തിരയിൽ തിളക്കത്തോടെ തുടർന്നില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾക്കിപ്പുറം ആ ജീവിതത്തിൽ ഒരുപാട് ദുരൂഹമായ കഥകളുണ്ടായി. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളെ വെല്ലുന്ന സംഭവങ്ങളാണ് വിഷ്ണുപ്രിയയുടെ ജീവിതത്തിൽ വർഷങ്ങൾക്കിപ്പുറവും സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം അച്ഛനായ സൂര്യനാരായണനെ കൊടൈക്കനാലിലെ ബംഗ്ലാവിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ 2018 നടന്ന മറ്റൊരു കൊലപാതകത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമാവുകയാണ്. വിഷ്ണുപ്രിയയ്ക്ക് അടുപ്പമുണ്ടായിരുന്ന പ്രഭാകരൻ എന്ന കാർ ഡ്രൈവറെ കാറിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത് അന്ന് സൃഷ്ടിച്ച കോളിളക്കം ചെറുതായിരുന്നില്ല. സൂര്യനാരായണന്റെ മരണം ഈ കൊലപാതകത്തിനോടുള്ള പ്രതികാരമാണോ എന്നുവരെ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. വാടക കൊലയാളികൾ പ്രഭാകരനെ കൊലപ്പെടുത്തിയത് സൂര്യനാരായണന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നായിരുന്നു ഈ കേസിലെ പോലീസ് കണ്ടെത്തൽ. 2018 ഓഗസ്റ്റ് 27 കൊടൈക്കനാലിലെ വനപ്രദേശത്ത് പ്രഭാകരന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. റോഡരികിൽ ഏറെ നേരമായി ആളില്ലാത്ത ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ച നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിക്കുന്നത്. കാറിന്റെ സീറ്റിൽ രക്തക്കറ കണ്ട പോലീസ് പരിസരത്ത് അന്വേഷണം ആരംഭിച്ചു. കാറിന്റെ ഉടമ പ്രഭാകർ എന്ന 29 വയസ്സുകാരനാണ് എന്നും ഇയാളെ കാണാനില്ല എന്നും കുടുംബം കുറച്ചു ദിവസം മുൻപ് പരാതി നൽകിയതായും പോലീസിന് വിവരം ലഭിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ കാറ് പാർക്ക് ചെയ്തിരുന്നിടത്തു നിന്നും ഒരുപാട് ദൂരെയല്ലാതെ കാട്ടിൽ പ്രഭാകരന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തി. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു ഈ മൃതദേഹം. പ്രഭാകരന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് കൊലപാതകം നടത്തിയവരെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ ലഭിച്ചു. പ്രഭാകരൻ അന്ന് ഫോണിലൂടെ സംസാരിച്ചവരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. സെന്തിൽ, മണികണ്ഠൻ, സൽമാൻ, ഇർഫാൻ എന്നിവർ ചേർന്നാണ് പ്രഭാകരനെ കൊലപ്പെടുത്തിയത്. അങ്ങനെ പോലീസ് കണ്ടെത്തി. സെന്തിലും പ്രഭാകരനും തമ്മിൽ പരിചയമുണ്ടായിരുന്നു. സെന്തിലാണ് പ്രഭാകരനെ വിളിച്ചു വരുത്തിയത്. ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയ ശേഷം പിന്നീട് എല്ലാവരും ചേർന്ന് പ്രഭാകരന്റെ കഴുത്തറുത്ത് മരണം ഉറപ്പുവരുത്തുകയായിരുന്നു. വാടക കൊലയാണ് എന്ന് വ്യക്തമായ പോലീസ് ആരാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് അന്വേഷിച്ചു. ആ അന്വേഷണത്തിലാണ് വിഷ്ണുപ്രിയയുടെ അച്ഛൻ സൂര്യനാരായണനിലേക്ക് പോലീസ് എത്തുന്നത്. വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമായ വിഷ്ണുപ്രിയ പ്രഭാകരനുമായി തുടങ്ങിയ പ്രണയബന്ധമാണ് സൂര്യനാരായണനെ പ്രകോപിപ്പിച്ചത്. മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന വിഷ്ണുപ്രിയയുടെ ഭർത്താവായ രമേശ് കൃഷ്ണൻ ആ സമയത്ത് കൊടൈക്കനാലിൽ ചികിത്സയിലായിരുന്നു. സൂര്യനാരായണന്റെ ഇവിടെയുള്ള ബംഗ്ലാവിലേക്ക് ഭർത്താവിന്റെ ചികിത്സാവശ്യങ്ങൾക്കായി വിഷ്ണുപ്രിയ വരാറുണ്ടായിരുന്നു. വിഷ്ണുപ്രിയയെ ചെന്നൈ എയർപോർട്ടിൽ നിന്നും കൊടൈക്കനാലിലേക്കും തിരിച്ചും കൊണ്ടുപോയിരുന്നത് പ്രഭാകരനായിരുന്നു. ഇരുവരും തമ്മിൽ തുടങ്ങിയ പരിചയം പിന്നീട് പ്രണയമായി മാറി. ഇതേക്കുറിച്ച് അറിഞ്ഞ സൂര്യനാരായണൻ മകളോട് പ്രഭാകരനുമായുള്ള ബന്ധത്തിൽ നിന്നും പിന്തിരിയണമെന്ന് കടുപ്പിച്ചു തന്നെ പറഞ്ഞു. പക്ഷേ വിഷ്ണുപ്രിയ തയ്യാറായില്ല. പ്രഭാകരനെ വിവാഹം ചെയ്യുമെന്ന് കൂടി നടി അറിയിച്ചതോടെ സൂര്യനാരായണന് സഹിച്ചില്ല. അങ്ങനെയാണ് പ്രഭാകരനെ കൊല്ലാൻ സൂര്യനാരായണൻ തീരുമാനിച്ചത്. ഇങ്ങനെയായിരുന്നു പോലീസ് കണ്ടെത്തിയത്. സൂര്യനാരായണൻ 5 ലക്ഷം തനിക്ക് നൽകിയെന്നും പ്രഭാകരനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുമാണ് സെന്തിലിന്റെ മൊഴി. സൂര്യനാരായണനെ വൈകാതെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇയാൾക്ക് ജാമ്യം ലഭിച്ചു. നിലവിൽ ഈ കേസിന്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രഭാകരന്റെ കൊലയ്ക്കുള്ള പ്രതികാരമാണോ സൂര്യനാരായണന്റെ ഇപ്പോഴത്തെ കൊലപാതകമെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്.